ത്തേക്ക് നിങ്ങളെ മൗലൈമാര് വന്നിട്ടുണ്ട്. സക്കരിയ സലാഹി പറയുന്നു, നോക്കൂ നിങ്ങൾ. അപ്പൊ ഒരു വിജനപ്രദേശത്തിൽ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് ഉറക്കെ പറ, അംഗീകരിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ എനിക്ക് കൃത്യമായി വ്യക്തമായി അറിയാത്ത കാര്യത്തിൽ ഞാൻ അത് അറിയില്ല എന്ന് പറഞ്ഞൊഴിയുന്നതാണ് എന്നെ സംബന്ധിച്ച് അതിലുത്തമം. എന്നെ സംബന്ധിച്ച് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് വീണ്ടും നിങ്ങൾ നേരത്തെ മദീനയിൽ നമ്മൾ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ക്ലിപ്പിലേക്ക് വീണ്ടും നിങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ഞാൻ ചോദിച്ചു, അതായത് ശിഹാബ് സാഹിബ് ലഇൻ ഖാമ അലാ ഖബരി, ഖബറിങ്കിൽ നിന്നാൽ ഉത്തരം ചെയ്യും എന്ന് ല ഉജീബന്നഹു എന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരം ചെയ്യും എന്നുള്ളതിൻ്റെ അത് പ്രാർത്ഥനയുടെ നിർവചനം തെറ്റിയോ ശരിയോ എന്നുള്ള വിഷയമൊക്കെ ചോദിച്ചപ്പോൾ ഒരു പ്രതികരണം നിങ്ങൾ നൽകിയില്ല. മാത്രമല്ല, അങ്ങനെ നബി തങ്ങൾ ഉത്തരം ചെയ്താൽ അത് അറിയുമോ എന്ന് സഖാഫിമാർ അറിയുമോ എന്നൊരു പൊട്ട ചോദ്യം ചോദിക്കുകയുണ്ടായി. കടക്കുമ്പോൾ എങ്ങനെ ചിന്തിച്ചു ആ ചോദ്യത്തിൻ്റെ അതിൻ്റെ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. പടച്ചതമ്പുരാൻ്റെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞു, അതിനുള്ള വ്യക്തമായ പ്രതികരണങ്ങൾ നൽകിയില്ല, അങ്ങനെ മാറിക്കളിച്ചു. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മർമ്മം കിടക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ടാണ് ചോദിച്ചത്, അതുകൊണ്ടത് മറ്റുള്ളവർക്ക് ബാധകമായിക്കൊള്ളണം എന്നില്ല എന്നുള്ള നിലക്കാണ്. ഞാനപ്പോൾ പറഞ്ഞു അതും നിങ്ങളുടെ സ്വന്തം നിലക്കുള്ള വാദമാണ്. ഇത് ഈസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ട് ചോദിച്ചതാണെന്നോ മുഅ്ജിസത്ത് കൊണ്ട് പ്രതികരിക്കും എന്നതാണെന്നോ അതല്ലെങ്കിൽ അത് ഈസാ നബി അലൈഹി സ്വലാമിൽ മാത്രം പരിമിതമാണെന്നോ ഒരൊറ്റ എവിഡൻറ്റും ഒരൊറ്റ തെളിവും ഇല്ല. എന്നിട്ട് ഞാൻ ഇത് കാണിക്കാൻ എന്താ കാരണം? അത് അങ്ങോട്ട് പോയതല്ല, നേരെ മറിച്ച് സക്കരിയ സലാഹി മണ്ണാറക്കാട് സംവാദത്തിൽ മുസ്ലിയാരെ തട്ടിപ്പ് നടത്തരുത് ലഈഫാണ് എന്ന് പറഞ്ഞ ഒരു തെളിവാണ് ഇപ്പോൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് അതിൽ പറഞ്ഞത്? നിങ്ങൾ ഒരു വിജനമായ പ്രദേശത്തെത്തിയാൽ, നിങ്ങൾ വല്ല പ്രശ്നത്തിലും വിട്ടാൽ, യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അബ്ദുകളെ ആരോടാ ചോദിക്കുന്നത്? ഇദാ വല്ല അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ, കും എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനവിഭാഗത്തോടാണ്. അങ്ങനെ പ്രശ്നത്തിൽപ്പെട്ടാൽ യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അബ്ദുകളെ എന്നാ പറഞ്ഞത്. യാ മലായിക്കത്തല്ലാ എന്ന് പറഞ്ഞിട്ടില്ല, ജിന്നല്ലാ എന്ന് പറഞ്ഞിട്ടില്ല, അബ്ദല്ലാ എന്ന ഇബാദല്ലാ എന്നാ പറഞ്ഞത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബ്ദ് വുളു എടുക്കുമ്പോഴടക്കം പറയുന്നത് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ്. അല്ലാഹുവിന്റെ റസൂലാണ് അബ്ദ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അബ്ദ് എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ അബ്ദുകളെ എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റസൂലുള്ള പെടും, ജിന്നും മലക്കും മാത്രമല്ല. ഇപ്പൊ ഏതായാലും പകുതി സുന്നിയായിട്ടുണ്ട്, ഇനി പകുതിയിലും വന്ന പ്രശ്നം തീർന്നു ഇല്ലേ? അപ്പൊ യാ അബ്ദല്ലാ, അല്ലാഹുവിന്റെ അബ്ദുകളെ എന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്നുള്ളതിന് പൊതുവായിട്ടുള്ളതാ നമ്മൾ തെളിവ് പറഞ്ഞത്, അതല്ലാതെ അങ്ങോട്ട് പോയതല്ല. ഇതിനെന്താ നിങ്ങൾക്ക് മറുപടി നോക്കുമ്പോൾ അത് അറിയാത്ത കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നല്ലത് എന്നാണ്. ആരാ അറിയാത്ത മേഖലയിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത്? എല്ലാം വസ്തുനിഷ്ഠമായി പഠനം നടത്തി ഈ സമൂഹത്തില് സുസ്ഥിരമായ വ്യവസ്ഥാപിതമായ ആദർശം സംസാരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പാളയത്തിലേക്ക് ഇങ്ങ് വാ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്താനുള്ളത്. വീണ്ടും നിങ്ങൾ ചോദിച്ചതിന് ഒന്നും തന്നെ മറുപടി നൽകിയിട്ടില്ല. ഇവിടെ ഈ കേരള ജനതയ്ക്ക് ഖബറിങ്കൽ പോയി വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായി നിങ്ങൾ ഉദ്ധരിച്ചത് ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ചെയ്യുന്ന മൂജിസത്തായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ നീതി നിറഞ്ഞ ഭരണം നടത്തി, അങ്ങനെ 7ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷം പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് വിളിക്കുമ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, മൂജിസത്തിന്റെ ഭാഗമായി തന്നെ മറുപടി നൽകും എന്ന് പറഞ്ഞു. ആ മറുപടി നൽകും, തീർച്ചയായിട്ടും മറുപടി ഇല്ല. ആ ഒരു ഭാഗം നമ്മളുടെ സംസാരത്തിന്റെ ഇടയിൽ കയറി ഹദീസിന്റെ ഭാഗമായിക്കൊണ്ടോ ആ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ഇവിടുത്തെ കുന്നത്തേരി സംവാദം നയിച്ച നായകന്മാരോ കേരളത്തിലെ ജനതയോ പോയി വിളിച്ചാൽ മറുപടി നൽകും എന്നുണ്ടെങ്കിൽ തന്നെ ആ മറുപടി കേൾക്കാൻ നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമയെ പോലെ പ്രാപ്തരാണോ എന്നുള്ളതിന് സമ്മതിക്കാനോ അതിന് തെളിവ് പിടിക്കാനോ നോക്കാതെ നമ്മൾക്ക് അറിയാത്ത മേഖലയിൽ കൊണ്ടുപോയി കള്ളിലും
ക്ലിപ്പിലും ഇല്ലത്തിലും കൊണ്ടുപോയി ഇട്ട് ഈ സമയം ചെലവഴിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. നിങ്ങളുടെ വിജയവുമല്ല ഇത്. നിങ്ങൾ കുന്നത്തേരി സംവാദത്തിൽ ഉദ്ധരിച്ച ഹദീസിന് വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് തന്നെ നിരത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ പരിപാടി ഉച്ചയോടുകൂടി കലക്കിയത് തന്നെ. അതിൽ കലക്കിയതാണ്, വ്യക്തമാണ് ആ കാര്യം. അങ്ങനെ കലക്കിയതൊന്നല്ല, അതിൽ പങ്കെടുത്തവരാണ് ഞങ്ങള്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ അങ്ങനെ പറയരുത്. എന്തുകൊണ്ട്? അവിടെ എന്തായിരുന്നു വിഷയം? ആ ഫീഹി ഇല്ലത്താണി എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അത് ഈ ഹദീസിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഇത് ലൈഫാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഉദ്ധരണി, അതായത് ഈ ഹദീസിന്റെ പേരിൽ പറഞ്ഞതാണ് എന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിയപ്പോൾ ഒരു സംവാദത്തിന് വ്യവസ്ഥ ചെയ്തിട്ടാ പോകല്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിരുത്തിയിട്ടുണ്ടാക്കിയിട്ടൊക്കെ എന്നെ പോവാറുള്ളത്. വ്യവസ്ഥക്ക് പോയിട്ടുണ്ടാവാൻ. അപ്പോൾ വ്യവസ്ഥ ലംഘിച്ചത് നിങ്ങളാണെന്ന് വ്യക്തമാണ് ആ കാര്യത്തിൽ. ഉച്ചയ്ക്ക് ശേഷം വേറെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ വിഷയം തൊടാതെ രാവിലെ ചർച്ച ചെയ്തത് തന്നെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പരിപാടി കലക്കിയാണ് നിങ്ങൾ വിജയം ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അഞ്ഞണം എന്നാൽ ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. താങ്കൾക്ക് അതറിയില്ല. ആ വിഷയത്തിൽ താങ്കൾക്ക് അറിവില്ല. എന്തുകൊണ്ട്? അതിൽ പങ്കെടുത്ത വ്യക്തികളെ പറയുന്നത് ഫീഹി ഇല്ലത്താനി എന്നുള്ള ആ ഒരു പരാമർശം പിൻവലിക്കാമെന്ന് മധ്യസ്ഥം പറഞ്ഞപ്പോൾ പിൻവലിക്കാതെ മറ്റു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു വിഷയത്തിന് ഓരോരോ കാര്യങ്ങളുണ്ടാവും. നിങ്ങളിപ്പോൾ കുന്നത്തേരിയിലേക്ക് ഇങ്ങോട്ടൊന്നും പോകണ്ട, നമ്മൾ വിഷയം മറക്കരുത്. അപ്പോൾ കുന്നത്തേരിയിൽ വെച്ച് ഞങ്ങൾ ഉദ്ധരിച്ച ആ ഹദീസ് വായിക്കാൻ പറഞ്ഞു, വായിച്ചു. അർത്ഥം പറയാൻ പറഞ്ഞു. എല്ലാ വിഷയം പറഞ്ഞ പ്രതികരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയില്ല. ആദ്യം നിങ്ങൾ ചോദിച്ചു, അതിന് ഞാൻ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ വിഷയത്തിന് എന്താ പ്രതികരണം? അതിന് പ്രതികരണമല്ല. റേഡിയോത്തിന്റെ മധുഹഭാഗം പറ്റുമോ? ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് വളവിൽ ഇന്നാൾ മരണപ്പെട്ടു, എങ്ങനെ? റേഡിയോത്തോട് ചോദിക്കാൻ പാടില്ല. ഇതേപോലെ ഒരു പ്രതികരണം ചോദിച്ചാൽ പറയേണ്ട പ്രിയപ്പെട്ട സുഹൃത്തെ, അതല്ലേ അതിന്റെ മര്യാദ? അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് പ്രതികരണമില്ല. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചത് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിർവചനം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അതിനും പ്രതികരണമല്ല. പിന്നെ നിങ്ങളൊരു പൊട്ട ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉത്തരം ചെയ്യുന്നത് റഷീദ് സഖാഫിയും അഹ്സനിയൊക്കെ അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, പടച്ച തമ്പുരാൻ ഉത്തരം ചെയ്യുന്നത് നിങ്ങൾ അറിയോ? അത് അള്ളാനെ നിന്ദിക്കലാണ് പറഞ്ഞു. എന്നാ പിന്നെ ഇത് റസൂലിനെ നിന്ദിക്കലാവണ്ടേ? അതും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളത് മൊയ്ജിസത്തിന്റെ പേരിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ പരിമിതപ്പെടുത്തണ്ട. ഒരു വ്യക്തിയുടെ വിഷയത്തിൽ വന്നത് ഒരു പ്രവാചകനാകുമ്പോൾ അത് മൊത്തത്തേക്ക് ബാധകമാണ്, ഈ വ്യക്തിയിൽ മാത്രം പ്രത്യേകതയുള്ളതാണ് എന്ന് പറയാത്ത കാലത്തോളം എന്ന നിലക്കുള്ള വിശദീകരണം നൽകിയപ്പോൾ അതിനും പ്രതികരണമല്ല. പിന്നെ പരിമിതപ്പെടുത്തരുത്, അള്ളാഹുവിന്റെ അബ്ദുകളെ നിങ്ങൾ വിജനമായ പ്രദേശത്തെത്തിയാൽ എന്നെ സഹായിക്കുവീൻ എന്ന് പഴയ കാലത്ത് മുജാഹിദുകൾ വിമർശിച്ചിരുന്നതും ഇപ്പോൾ ജിന്ന് ബാധ ഏറ്റപ്പോൾ അംഗീകരിക്കുന്നതുമായ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, പഠിക്കണം എന്നാ പറഞ്ഞത്. എന്നാ പ്രിയപ്പെട്ടവരൊക്കെ പഠിക്കുക, വിഷയങ്ങൾ ഗ്രഹിക്കുക, എന്നിട്ട് ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയുമ്പോൾ മറുപടിയില്ല എന്ന് പറയരുത്. മറുപടിയാണ് ഈ പറയുന്നത്. ഇൻഷാ അള്ളാ മറുപടി ലാസ്റ്റ് വരെ പറയുക തന്നെ ചെയ്യും എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. പേര് നിസാബ്, ചെറിയം എന്ന് പറയും. ജനങ്ങളെ വികാരം കൊള്ളിച്ച ഒരു ക്ലിപ്പിംഗ് ഇവിടെ ഉസ്താദ് കാണിച്ചിരുന്നു. ഫസ്റ്റ് റഫീഖ് ഹസനിയുടെ ഓർമ്മ, രണ്ടാമത്തെ ക്ലിപ്പിംഗ്. ആ ക്ലിപ്പിങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാനത് കാണിച്ചാൽ ആ ആശയത്തിൽ നിന്ന് മുജാഹിദുകളുടെ ഈ പിഴച്ച ആശയത്തിൽ നിന്ന് ഞാൻ രാജിവെക്കും എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ദൈവമേ രക്ഷിക്കണേ, മുഹിയുദ്ദീൻ ഷെഹിയെ രക്ഷിക്കണേ എന്ന വാദമാണ് അവിടെ സംസാരിക്കുന്നത്. ആ ക്ലിപ്പിങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും കാണിക്കാവോ? എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ കാണിച്ചു തന്നാൽ മുജാഹിദുകൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയെന്നും ഞാൻ അതിൽ നിന്ന് പരിപൂർണമായി രാജിവെച്ച് ഈ ആശയത്തിൽ നിന്ന് ഞാൻ പരിപൂർണമായി മുക്തനായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കുമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഇതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാഹ് ഞാൻ കാണിക്കും. സാധനമുണ്ട്, കാണിക്കും. ഞാനല്ലേ ഉസ്താദിനടുത്ത് ചോദിച്ചത്? അതെ. ഉസ്താദിന് മറുപടി പറയണ്ടത്? അതെ. എന്താണ് മറുപടി? ഇപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. ഉസ്താദ് എന്താ ഇങ്ങനെ? ഈ ജനങ്ങളെല്ലാം ഉസ്താദിന്റെ മറുപടി കാത്തിരിക്കുകയാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തെങ്ങനെയെന്ന്. കാരണം ഞാനൊരു വിഷയം കാണിക്കുന്നതിന് മുമ്പ് ഒരു കരാറ് വെക്കല്ലേ? ഏതൊരു വിഷയത്തിലും ഇപ്പൊ സംവാദം അവിടെ കയറി നടത്തല, വ്യവസ്ഥ എഴുതിയിട്ടല്ലേ നടത്തല്. അപ്പൊ അതിന് പറയാണ് എന്തെങ്ങനെ? കായക്കൊടി ചോദിക്കുക, എന്തങ്ങനെ? വ്യവസ്ഥക്കാതെ എങ്ങനെ സംവാദം നടത്താൻ പറ്റുമോ? ഒരു വിഷയം ഞാൻ പറയുമ്പോ നിങ്ങൾ ചോദിക്കാണ്,
ഇങ്ങനെ ബാലേട്ടൻ ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ സ്വീകരിച്ച മുജാഹിദ് ബാലുശ്ശേരി പറയുമ്പോ അതിന്റെ അപ്പുറവും വിപ്പുറവും ഞാൻ കേൾപ്പിച്ചു തരാം. എങ്കിലും നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണോ എന്നാ ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്നല്ല. ഞാനത് നേരത്തെ വിശദീകരിച്ചു. മുജാഹിദുകളുടെ മതപ്രകാരം അവർ പറയുന്നത് ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ എന്ന അമുസ്ലിം പറഞ്ഞാൽ അയാൾ മുസ്ലിമാണെന്നാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ ഒരാദർശം പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ കേൾപ്പിക്കാം. എങ്കിൽ നിങ്ങൾ ഈ ആശയം മുജാഹിദുകൾ പറഞ്ഞത് തെറ്റാണെന്നും മുജാഹിദ് പണ്ഡിതന് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയെന്നും ഞാൻ അതിൽ നിന്ന് രാജിവെക്കുന്നു എന്നും പറയാൻ ഈ സദസ്സിൽ തയ്യാറാണോ? ഇതല്ലേ ഞാൻ ചോദിച്ചത്. ഇതിനെവിടെ എങ്ങനെയെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതൊന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കും. കൊടുക്കും മനമയ്ക്ക്. ഞാൻ മുജാഹിദിൽ നിന്ന് പുറത്തു പോകുന്നതോ അതിൽ സുന്നിയിലോട്ട് വരുന്നതോ വിഷയം. സുന്നിന്ന് വരാം. ജനങ്ങൾ കാത്തിരിക്കുന്നത് ഉസ്താദിന്റെ മറുപടിക്കാണ്. ഉസ്താദ് മറുപടി കാണിക്കേണ്ടത് ഉസ്താദിന്റെ കടമയാണ്. ജനങ്ങൾ ക്ലിപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങളെ മറുപടി കാക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഉസ്താദ് മറുപടി കാണിക്കാനാണ്. ഞാൻ ചോദ്യം ചോദിക്കുകയാണ് ഉസ്താദിന്റെ അടുത്ത്. ഞാനിവിടെ കാണിച്ചാൽ അത് വെറുതെ ആവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇരിക്കുന്നുണ്ട് ഉസ്താദിന്റെ അടുത്ത്. അതിന്റെ ചോദ്യം ആയിക്കോട്ടെ, ഇത് സമ്മതിക്കണേ. അത് ശരി. മുജാഹിദുകളുടെ മതപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്നാണ് എന്ന് മുജാഹിദ് മൗലവി പറയുന്നു. ഇത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ തയ്യാറുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ആണെങ്കിൽ ആണ് എന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. കാണിക്കാൻ ഞാൻ ഏതായാലും കാണിക്കും. രണ്ടാലെന്ന് പറഞ്ഞാൽ മതി. യെസ് ഓർ നോ, രണ്ടാലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മറുപടി കിട്ടാനാ. ഞാൻ സുന്നിയിലോട്ട് വരുന്നതിനെ കുറിച്ചല്ല ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് പിന്നെന്തിനു ഉസ്താദ് അങ്ങനെ സംസാരിച്ചു? ഞാൻ പറഞ്ഞത് ആദ്യം ഉസ്താദ് ആ വാദത്തിൽ നിന്ന് പറഞ്ഞത് അല്ലേ? അടുത്ത വാദത്തിൽ നിന്ന് വേറെ ചോദ്യം വരും. അപ്പം മാറിയാൽ മതി. ഉസ്താദ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെ, അത് വേണമല്ലോ. ഞങ്ങൾ ഏൽപ്പിച്ചതല്ലേ. റബ്ബ് കാണുന്നുണ്ട്. ഞങ്ങളത് വിശ്വസിക്കാണ്. റബ്ബ് കേൾക്കണുണ്ട്, കാണല് മാത്രമല്ല കേട്ടോ. നിങ്ങളാ അതാണ് അള്ളാഹുവിന് മലയാളം അറിയില്ല എന്നുള്ളത്. കേട്ടിക്കണ? അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് സുന്നികളുടെ വിശ്വാസമല്ല, അത് നിങ്ങളുടെ വിശ്വാസ. കേട്ടോളൂ. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ? എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തെക്കുവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. ഇപ്പൊ ആരാ അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്തത്? എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പഠിപ്പിക്കുക. അള്ള കാണുന്നുണ്ട്, അള്ള കേൾക്കുന്നുണ്ട്. അന്ന് ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളാണ് അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തത്. നമ്മൾ മലയാളത്തിലാ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അത് കേൾക്കുന്നു. മലയാളി അല്ല നാം മൗലവി അറിഞ്ഞത്. പിന്നെ അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വാദമുണ്ടത് എന്തോ? നിക്ക് അത് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് ദൈവമേ രക്ഷിക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന ക്ലിപ്പിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞില്ലേ? ഇതോടുകൂടി ക്ലിപ്പിംഗ് പ്രോഗ്രാം നിർത്തുകയാണെന്ന് പറഞ്ഞോ? ഇല്ല. ഈ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ജനങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചത് മുജാഹിദുകളാണ് അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തത്. അള്ള മലയാളിയല്ല എന്ന് ലജ്ജയില്ലാതെ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരും സ്വീകരിച്ച് ഇവിടെ നടക്കുന്ന പണ്ഡിത വേഷധാരി എന്ന പേരിൽ പറയുന്ന മുജാഹിദ് പണ്ഡിതൻ എന്ന് പറയുന്ന ആള്, അയാൾ ഉളുപ്പില്ലാതെ പറയുന്നു നിസ്കാരം എന്തുകൊണ്ട് അറബിയിൽ തന്നെയാക്കി, അത് മലയാളത്തിലാക്കിയില്ല? അള്ള മലയാളിയല്ലാത്തത് കൊണ്ട്.
അള്ളാന്റെ കഴിവിനെ നിങ്ങളാ ചോദ്യം ചെയ്തത് എന്ന് ആദ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പിന്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചു തരാം. ഞാൻ ഒരു കാര്യം ആദ്യമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതിന് യെസ് ഓർ നോ രണ്ടാലൊരു മറുപടി നിങ്ങൾ പറയണം. രണ്ട് പറഞ്ഞാലും ഇനി ഞാൻ പറയൂല എന്ന് പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കേൾപ്പിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ, അല്ല ഷഹാദത്ത് കലിമ ചൊല്ലലാ?